നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ രണ്ട് അതിശക്തരായ നേതാക്കൾ, ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മറ്റൊരാൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ സ്വന്തം രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇരുവർക്കുമെതിരായ അസംതൃപ്തി ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുവരുന്നത്. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന നേതാക്കൾക്ക് ജനപിന്തുണയിൽ സംഭവിക്കുന്ന ഇടിവ് പശ്ചിമേഷ്യയിലെയും ആഗോള രാഷ്ട്രീയത്തിലെയും പുതിയ മാറ്റങ്ങളുടെ സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. ഗാസ യുദ്ധം, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, സാമ്പത്തിക വെല്ലുവിളികൾ, സുരക്ഷാ ആശങ്കകൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരായ വിമർശനം ശക്തമാകുന്നത്. അതേസമയം അമേരിക്കൻ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളും വിമർശനങ്ങളും ശക്തമാവുകയാണ്. വിദേശ നയം മുതൽ ആഭ്യന്തര സാമ്പത്തിക വിഷയങ്ങൾ വരെ വിവിധ മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ പ്രകടമാണ്. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും രാഷ്ട്രീയ ധ്രുവീകരണവും പൊതുജന വികാരങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറുകയാണ്. യുദ്ധത്തിന്റെ നീണ്ടുപോക്ക് രാജ്യത്തിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ബാധിച്ചുവെന്ന വിമർശനമാണ് ഉയരുന്നത്. ബന്ദികളായവരെ മോചിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന ആരോപണവും പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൈകാര്യം ചെയ്തതിൽ തങ്ങളുടെ ഭരണാധികാരികളുടെ നിലപാടുകളിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇസ്രായേലിലെയും അമേരിക്കയിലെയും ഭൂരിപക്ഷം ജനങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞു. അടുത്തിടെ പുറത്തു വന്ന രണ്ട് വ്യത്യസ്ത സർവേകളിലാണ് ജനങ്ങൾ ഭരണ നേതൃത്വങ്ങൾക്കെതിരെ രംഗത്തെത്തിയത്. US സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഫെബ്രുവരി 28 ആരംഭിച്ച പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഹീബ്രു സർവകലാശാലയുമായി സഹകരിച്ച് അകം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് കടുത്ത തിരിച്ചടിയേൽക്കുന്ന ഫലങ്ങളുള്ളത്. സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിൽ ഇറാനാണ് വിജയിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ്. 86% ആളുകൾ യുദ്ധത്തിന്റെ ആകെ ഫലത്തെ നിഷേധാത്മകമായി കാണുന്നു. 82.9% പേർ ഈ സൈനിക നീക്കം ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷയെ ദുർബലപ്പെടുത്തിയെന്ന് വിലയിരുത്തുന്നു. ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കിയെന്ന നെതന്യാഹുവിന്റെ അവകാശവാദം 72.5% ഇസ്രായേലികളും അവിശ്വസിക്കുന്നു. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയോ ഭാഗികമായി മാത്രം വിജയിക്കുകയാണ് ചെയ്തതെന്ന് 87.8% പേരാണ് വിലയിരുത്തുന്നത്. നെതന്യാഹുവിന്റെ യുദ്ധകാല മാനേജ്മെന്റ് മോശമോ പരാജയമോ ആയിരുന്നുവെന്ന് വിലയിരുത്തിയത് 56.4% പേരാണ്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നതയ്ക്ക് കാരണമായാൽ പോലും ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ സൈനിക നടപടി വേണമെന്ന് 48.2% പേർ ആവശ്യപ്പെടുന്നുമുണ്ട്. ജൂൺ 17 മുതൽ 20 വരെ 3644 പേർക്കിടയിലാണ് സർവേ നടത്തിയത്. അസോസിയേറ്റഡ് പ്രസ് നോട്ട് സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് റിസർച്ച് നടത്തിയ സർവേയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്കെതിരെ 65% ജനങ്ങളും അതൃപ്തി രേഖപ്പെടുത്തി. 1/3 ആളുകൾ മാത്രമാണ് ട്രംപിന്റെ നയങ്ങളെ അനുകൂലിച്ചത്. ഇറാന്റെ മേലുള്ള US സൈനിക നടപടികൾ അതിരു കടന്നതാണെന്ന് 53% അമേരിക്കക്കാർ വിശ്വസിക്കുന്നു. ട്രംപിന്റെ പൊതുവായ ഭരണ മികവിനുള്ള റേറ്റിംഗ് 37% മാറ്റമില്ലാതെ തുടരുകയാണ്. സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപിന്റെ നടപടികളെ അനുകൂലിക്കുന്നത് 1/3 ആളുകൾ മാത്രമാണ്. വിലക്കയറ്റവും വിദേശ നയങ്ങളിലെ അമിത ശ്രദ്ധയും ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കുന്നു. ട്രംപ് അടുത്തിടെ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുകയും ഹോർമൂസ് കടലിടുക്കിലെ നാവികോപരോധം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ജനപിന്തുണ നേടാൻ ട്രംപിന് ഇതുവരെയും ആയിട്ടില്ല. സർവേയിൽ കടുത്ത രാഷ്ട്രീയ ചേരിതിരിവും പ്രകടമാണ്. ഡെമോക്രാറ്റുകളും സ്വതന്ത്രരും ട്രംപിനെ ശക്തമായി എതിർക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 28% പേർ മാത്രമാണ് അതൃപ്തി പ്രകടിപ്പിച്ചത്. ജൂൺ 11-നും 17-നും ഇടയിലാണ് സർവേ സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന രണ്ട് നേതാക്കൾക്ക് നേരെ സ്വന്തം ജനതയുടെ ഭാഗത്തു നിന്നുയരുന്ന ഈ അസംതൃപ്തി സാധാരണ രാഷ്ട്രീയ വാർത്തയല്ല. ഭരണ നയങ്ങൾ, യുദ്ധ നിലപാടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ എന്നിവ തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതിഫലനമാണിത്. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ജനവിശ്വാസം നിലനിർത്തുക എന്നത് ഏത് നേതാവിനും ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അമേരിക്കയിലും ഇസ്രായേലിലും അരങ്ങേറുന്നത്. ജനങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഭാവിയിലെ തിരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും അന്താരാഷ്ട്ര നയങ്ങളെയും എത്രത്തോളം സ്വാധീനിക്കുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.